മെസ്സിയെ ക്ഷണിക്കാൻ സ്പെയിനിലേക്ക് പോയി. മെസ്സി വന്നില്ല. ചെലവ് 13 ലക്ഷം രൂപ. മെസ്സി വരണോ വരണ്ടയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. മെസ്സിയെ കൊണ്ടുവരാൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയ സ്പെയിൻ യാത്രക്കായി മുടക്കിയത് ലക്ഷങ്ങൾ. ഏകദേശം 13 ലക്ഷം രൂപയോളം ചിലവായെന്നാണ് വിവരാവകാശ രേഖ പറയുന്നത്. 13 ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് പൊടിഞ്ഞു. മെസ്സിക്ക് വേണ്ടിയല്ലേ, കണ്ടില്ലെന്നടിക്കാം. എന്നാലും ഇത്രയും പൈസ മുടക്കി പോയ സ്ഥിതിക്ക് ഒരു സെൽഫി എങ്കിലും എടുത്ത് വരാമായിരുന്നു. 2024 മന്ത്രി സാരി വമ്പൻ പ്രഖ്യാപനം നടത്തുന്നത്. 2025 മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ വരും. ഫുട്ബോൾ അക്കാദമി തുടങ്ങും. സൗഹൃദ മത്സരം നടക്കും. 100 കോടി രൂപ ചെലവ് വരുമെന്ന് കണക്കും കൂട്ടി. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിയെ സ്പോൺസർമാരുമാക്കി. സർക്കാർ ഉത്തരവിറക്കി. എല്ലാം ഗംഭീരം. ആരാധകരെ ശാന്തരാകുകയും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് മന്ത്രിയുടെ അടുത്ത പ്രഖ്യാപനം നടത്തുന്നത്. മെസ്സി വരില്ല. ഏത് ആരാധകൻ്റെ നെഞ്ചാണ് തകർന്നതെന്ന് അറിയില്ല. പക്ഷേ ഖജനാവിൽ നിന്ന് പൊട്ടിയത് 13 ലക്ഷം രൂപ. അല്ല, ഒറ്റ മിനിറ്റ്. മെസ്സിയെ കൊണ്ടുവരാൻ 1 രൂപ പോലും സർക്കാർ ചെലവഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഇതേ മന്ത്രിയല്ലേ? മന്ത്രി ഇപ്പം എന്താണ് പറയുന്നതെന്ന് അറിയുമോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒക്ടോബറിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സ്പോൺസർമാർ ഒക്ടോബറിൽ മാത്രമേ വേണമെന്നും പറയുന്നുള്ളൂ. ഭയങ്കര കോർഡിനേഷനാണ് ഇവർ. ഒരു വശത്ത് സർക്കാർ പൈസ മുടക്കുന്നു, മറുവശത്ത് സ്പോൺസർമാർ കൈയൊഴിയുന്നു. ഇതിനൊക്കെ ഇടയിലും മെസ്സി ടോപ്പ് സ്കോറിൽ കളി തുടരുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. 13 ലക്ഷം രൂപ, സ്പെയിനിലേക്കൊരു ടൂറ്, മെസ്സി 110 കോടി. പൊതുജനത്തിൻ്റെ നികുതി പണം ഇങ്ങനെ വിനോദയാത്രകൾക്കും സ്വപ്ന പദ്ധതികൾക്കും ചെലവഴിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. മന്ത്രി സാറേ, 13 ലക്ഷം രൂപ മുടക്കി മെസ്സിയെ കൊണ്ടുവരാനുള്ള ഈ ലോകോത്തര യാത്ര കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് എന്ത് നേട്ടമാണ് നൽകിയത്? 100 കോടിയുടെ മെസ്സി സ്വപ്നം കണ്ടപ്പോൾ ആ പൈസ കൊണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യാമായിരുന്നു? എത്ര ഗ്രൗണ്ടുകൾ നവീകരിക്കാമായിരുന്നു? എത്ര കായിക താരങ്ങൾക്ക് പരിശീലനം നൽകാമായിരുന്നു? എത്ര സ്കൂളുകൾക്ക് കായികോപകരണങ്ങൾ വാങ്ങാമായിരുന്നു? ഇപ്പോൾ മെസ്സിയും വന്നില്ല, 13 ലക്ഷം രൂപ പോവുകയും ചെയ്തു. ഇനി അടുത്ത തവണ ഏത് സൂപ്പർ സ്റ്റാറിനെ കാണാൻ ഏത് വിദേശ ടൂറിനാണ് പോകുന്നത്? ഖജനാവിലെ പൈസ കൊണ്ട് ഇനിയും എത്ര 5 സ്റ്റാർ യാത്രകൾ താങ്ങാനാകും? അടുത്ത പ്രഖ്യാപനം എന്താണ്? റൊണാൾഡോയെ കാണാൻ പോർച്ചുഗലിലേക്കോ അതോ നെയ്മറിനെ കാണാൻ ബ്രസീലിലേക്കോ? Waytonikah.com, the exclusive Muslim matrimonial site.